അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ കളിയാക്കാണല്ലേ? എനിക്കറിയാം. ഒരു കുരങ്ങനെ പോലെ എന്നെ കളിപ്പിച്ച് നീ നിന്റെ മറ്റവന്റെ കൂടെ നടക്കുന്നു. അയ്യോ, ദൈവത്തോടത്ത് പോയി ഇവിടുന്ന്. ഇല്ല, ഞാൻ പോവില്ല. നിക്കവിടെ, എനിക്കറിയണം. എന്താണ് അറിയേണ്ടത്? ഞാൻ വീട്ടിൽ കയറി ഒന്ന് പെമ്പിളാരെ കയറി പിടിക്കുന്നതാണ്. എനിക്കറിയില്ല അച്ഛാ, ഇവിടെ അടുത്തുള്ളൊരു ചെക്കനാ. സ്വഭാവത്തിൽ കുറവാ. മോനെ വേണ്ട മാധവ, ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാ. അതിന് ഭ്രാന്താണെങ്കിൽ വല്ല ആശുപത്രി കൊണ്ടുവരണം. നിന്റെ വിഷമം എനിക്കറിയാം. നിനക്ക് അടി കിട്ടാനുള്ള കാരണക്കാരൻ ആ പണക്കാരൻ തെണ്ടിയ. പക്ഷെ നീ തളരരുത്, പിടിച്ചു നിൽക്കണം. എവിടെ പിടിക്കാൻ? അവന്റെ പൊള്ളച്ചങ്കിന് തന്നെ. നമ്മൾ പിടിക്കണ്ട, പിടിപ്പിക്കണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വേണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതാണ് പ്രമാണം. ഒരു സ്മോൾ ശങ്കര വേണ്ട, കഴിച്ച ശീലല്ല. നിനക്കിപ്പോ പണിയൊക്കെ ഇല്ലേടാ? പൂവ് അത്യാവശ്യം അല്ലറ ചില്ലറ. നീ വന്നെന്തിനാണ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല? അത് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ എന്തിനാടാ ഇത്ര ആലോചിക്കുന്നത്? നീ പറയേ. അത് പിന്നെ മാധവേട്ടൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അല്ല, വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതാ. ഇല്ലടോ, പറയേ. ഇതാണ് ആ ബംഗ്ലാവ്. ആ ഭാഗത്തുണ്ടാവല്ലേ? ഉണ്ടാവും. മാധവേട്ടൻ ധൈര്യമായിട്ട് വെക്കോ. ചോദിച്ചതിന് തർക്കുത്തരം പറഞ്ഞാല് അപ്പ പിടിച്ച പൊള്ളച്ചെങ്കിന് ബാക്കിക്കാരും ഞാൻ ഏറ്റു. അല്ല, മാധവേട്ടൻ പൊക്കോ, ഞാനിവിടെ നിന്നോളാം. മുള്ളും മുള്ളും കൂടി ഇപ്പൊ കൂട്ടി മുട്ടും. നിങ്ങൾ പറയുന്നൊക്കെ കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക്, ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലിക്ക് അയക്കുന്നതൊക്കെ വളരെ സങ്കടമല്ലേ? നിങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ നൽകി വളർത്തിയെടുക്കുകയല്ലേ വേണ്ട മിസ്റ്റർ മാധവൻ? നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടുകൂടി പറയാണ്. മീനാക്ഷിയുടെ പഠിത്തത്തിന് എന്ത് ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. അല്ല, അത് ഞാൻ മിസ്റ്റർ മാധവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എനിക്കറിയാം. ദേ കാശ്. സമയമായി. ഇത് വെച്ചോളൂ. അയ്യോ, സാരമില്ല, ഓ വെച്ചോളൂ. ഈ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ കഴിഞ്ഞൂടെ? താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കാം എന്റെ കമ്പനി. ശരി സാർ. അപ്പൊ ഞാൻ അറിയിക്കാം. പൊയ്ക്കോളൂ. ഇത് ഈ കരയിൽ പുതിയതാണല്ലോ. കണക്കിന് കൊടുത്തിട്ടുണ്ടാവും. നന്നായി പെരുമാറിയല്ലേ? ഇനി പറഞ്ഞോളും. ഇന്നാട്ടിൽ വന്ന അവന്റെ പെൺവിഷൻ ഇനി ഉണ്ടാവില്ല. തങ്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് തെമ്മാർത്തരം പറയുന്നത് തേണ്ടി. കയ്യിലിരിക്കുന്ന കാറ്റും കൊടുത്ത് ഞാൻ കള്ള അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാളെന്തിനാ എന്നെ തല്ലിയത്? ഇനി ആള് മാറിപ്പോയാ?
ഇനി മേലെ എന്റെ കുട്ടിയെ ചലഞ്ച് ചെയ്താ നിന്റെ കയ്യം വിട്ടു നായേ എഴുക്കടാ എഴുതാ പറഞ്ഞേ എന്താ നോക്കി പേടിപ്പിക്കുന്നു എന്റെ കണ്ണിയാൻ കുട്ടി പൊടിക്കുന്ന മോനെ ഓടാ 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 എന്താടാ അയ്യോ മോനെ രമേശ ശ്രീദേവി ഒളിച്ചോടി പോയടാ. ഓള് കത്തെഴുതി വെച്ചിക്കണ്. ഈ രാഘവേട്ടനോട് പോയി കിടക്കുകയാണ്, പണിയെടുത്ത കൂലിയും തരാണ്ട് വെറുതെ മനുഷ്യൻ നടത്തിക്കാൻ. ഇനി പിന്നാമ്പറത്തുണ്ടാവോ? ശരിക്കും കണ്ടില്ലേ? നിന്റെ സൈക്കിളിന് ഞാൻ കണ്ടൊരു വില പറയാം, 100 റുപ്യ പോട്ടെ. നീ അതിന്റെ പേരില് 250 രൂപ. എന്താ പറ്റുമോ? നിനക്ക് ഇതിന്ന് ഒരു തുള്ളി മിനുങ്ങണോ? ഇവന്റെ അകത്ത് നല്ല നക്ഷത്രനാ, സ്പിരിറ്റാ.
നല്ല അസല് സ്പിരിറ്റ്. അത് മാറിക്കണ മൊത്തം കാര്യം പെടുത്ത കറ്റ കേൾക്കണോ? ഭസ്മയിപ്പും ഭസ്മം നിനക്കുള്ള 150 രൂപ. കരിമരുന്നിന്റെ മണുണ്ടല്ലോ. അയ്യോ അവിടെ ആരും കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രമേശനല്ലേ അത്? അതേ തോന്നുന്നു. വാടാ. അറിഞ്ഞില്ലേ ഒരുത്തനവിടെ ചാവാൻ കിടക്ക ആശുപത്രിയില്. ഇപ്പൊ തൃപ്തിയായില്ലേ നിനക്ക്? അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നിന്നെ ദൈവം വെറുതെ വിടില്ലടി. ആ പാവത്തിന് 8 വട്ട് കളിപ്പിച്ച് ഭ്രാന്തനാക്കിയിട്ട് പണവും പ്രതാപം കണ്ടപ്പോ നീ മറ്റവനോട് അഴിഞ്ഞാടി നടക്കലടി വൃത്തികെട്ടവളെ. പുറമുള്ള ഈ തൊലിവെളിപ്പൊണ്ടൊന്നും കാര്യമില്ല. മനസ്സ് തന്നവണം മനസ്സ്. നിന്നെ പോലെ നടക്കുന്നവർക്ക് എന്ത് മനസ്സ് അല്ലേ? എന്റെ രമേശനൊരു പാവ, പഞ്ചപാവം. അവനാറ്റ് എന്തെങ്കിലും സംഭവിച്ച നിന്നെ നിന്റെ പണക്കാരനെ ഞാൻ പച്ചയോടെ കത്തിച്ചോളയും. ഓർത്തോ? അതിശയം തന്നെ കേട്ടോ. ആയുസിന്റെ വല്ലം തന്നെ. അല്ലാതെ എന്തായാലും ആ ചെക്കൻ രക്ഷപ്പെട്ടല്ലോ. ആരുടെ കാര്യം നിങ്ങൾ പറയണേ? ആ വേലാതിന്റെ ചെക്കൻ രമേശനെ ഇന്നലെ എന്തോ കുടിച്ച് ആശുപത്രിയിലാക്കിയതാ. എല്ലാരും കരുതി ചത്തുന്നാ. ഇപ്പൊ ജീവൻ അപകടമില്ലാന്ന് കേൾക്കണു.